ഗൈനക്കോളജിസ്റ്റ് സത്യശീല സാറുണ്ടല്ലോ. അതെ, അവിടുന്ന് ഒരു OP എടുത്തിട്ട് അവിടെ ഇരുന്നാ കേട്ടോ. ശ്വാസം വലിച്ചു വിടൂ, നന്നായിട്ട് വലിച്ചു വിടൂ. തിരിഞ്ഞിരിക്കൂ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ശരി. എത്രയും തുടങ്ങിയിട്ട്? തുടങ്ങിയില്ല. ഒരു ജലദോഷമോ പനിയോ വരുമ്പോഴേക്കും ആ കാർഡ് എടുത്തുകൊണ്ട് അങ്ങ് പോന്നോളൂ. പനിയല്ല. പിന്നെ എന്തോ ഗർഭോ? എന്നാ പിന്നെ അത് ഉറക്കം പറഞ്ഞാലെന്നാണ് കുഴപ്പം? ഇതാരും കേൾക്കാൻ പറ്റാത്ത വാക്കൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ അവരല്ലേ ഇവിടെ ഇരിക്കേണ്ടത്, നിങ്ങളാണോ? എത്ര നാളായി തുടങ്ങിയിട്ട്? ആയിട്ടില്ല. എന്തോ ആയിട്ടില്ല? നിങ്ങളോടല്ലല്ലോ ചോദിച്ചത്, ഞാൻ അവരോടല്ലേ. അവര് പറയട്ടെ. ശരി, എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 5. 5 എന്ന് പറഞ്ഞാൽ 5 വർഷമോ 5 മാസമോ 5 ദിവസമോ? 5 വർഷം. അപ്പോൾ വന്ധ്യതാ ചികിത്സയാണ്. നിങ്ങൾ ഇങ്ങോട്ടിരിക്കൂ. നിങ്ങളങ്ങോട്ട് കിടക്കൂ. നിങ്ങളങ്ങോട്ട് മാറി നിൽക്കൂ. പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ ഇവിടെ ഇരിക്കാൻ പാടില്ല. പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് മാറി. കിടന്നോളൂ, അവിടെ കിടന്നോളൂ. വരൂ, ഇരിക്കൂ. വന്നിരിക്കൂ. മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുമോ? ഇവിടെ ഇതിന് മരുന്നും ചികിത്സയൊന്നുമില്ല സാറേ. ഇവള് ESI ആനുകൂല്യം കിട്ടുന്ന തൊഴിലാളിയാണ്. ഇവളെ കൂടെ ജോലി ചെയ്യണ വസുമതിയും കാർത്തിയാനും ഇവിടെ വന്ധ്യതയ്ക്ക് വേണ്ടി ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ കുറിപ്പ് കൊണ്ടുപോയിട്ട് PSPM ഹോസ്പിറ്റലിൽ കാണിക്കുക. അവിടുന്ന് IUI ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ടുമായിട്ട് ഇങ്ങ് വാ. അപ്പോൾ ഇവിടെ ചികിത്സയൊന്നുമില്ലേ? വന്ധ്യതാ ചികിത്സ നടത്താനുള്ള സൗകര്യം കേരളത്തിലെ ഒരു ESI ആശുപത്രികളിലും ഇല്ല. ഇവിടെ വരുന്ന കേസുകളൊക്കെ തന്നെ ഞാൻ PSPM ആശുപത്രിയിലേക്ക് ഫോർവേഡ് ചെയ്യാണ് പതിവ്. ചെല്ലു. അപ്പം മരുന്നുമില്ല ഇവിടെ? പനിക്കോ ജലദോഷത്തിനോ ആണെങ്കിൽ ഞാൻ മരുന്ന് കുറിച്ച് തരാം. അത് വേണോ? വേണ്ട. പിന്നെന്താണ്? ചെല്ലു. പാടി. ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇയാൾ പിന്നെ കഥടച്ച് എന്തിനാണ്?